കേരള കോൺഗ്രസ് എം പാർട്ടിയുടെ ഉന്നതാധികാര സമിതി അംഗങ്ങളായിരുന്നവർ രാഷ്ട്രീയ കാരണങ്ങളാൽ വേർപിരിഞ്ഞാണ് ഇത്തവണ ചങ്ങനാശ്ശേരി മണ്ഡലത്തിൽ നേർക്കുനേർ പോരിനിറങ്ങുന്നത്. കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥി സിറ്റിംഗ് MLA CF തോമസ് സ്വന്തം മണ്ഡലത്തിൽ വീണ്ടും ഇറങ്ങുമ്പോൾ ജനാധിപത്യ കേരള കോൺഗ്രസിനായാണ് ഡോക്ടർ KC ജോസഫ് കച്ചമുറുക്കിയത്. ചങ്ങനാശ്ശേരിയുടെ അയൽമണ്ഡലമായ കുട്ടനാട്ടിൽ 2001 വരെ MLA ആയിരുന്നു ഡോക്ടർ KC. തുടർച്ചയായ 36 വർഷത്തെ ചങ്ങനാശ്ശേരി MLA പദം ഇത്തവണയും തുടരാനാകുമെന്ന പ്രതീക്ഷയിലാണ് CF തോമസ്. യൂത്ത് ഫ്രണ്ട് നേതാവ് ജോ മൈക്കിളുമായി ഉണ്ടായ സീറ്റ് തർക്കത്തിനൊടുവിൽ CF തോമസിന് തന്നെ KM മാണി സീറ്റ് വിട്ടു നൽകുകയായിരുന്നു. മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ തുണയ്ക്കുമെന്നാണ് CF തോമസിന്റെ വിശ്വാസം. ചങ്ങനാശ്ശേരി കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ UDF ജയിക്കും എന്നുള്ളതാണ് എവിടെ ചെന്നാലും ഉള്ള ഒരു സ്വരം കേൾക്കുന്നത് ആദ്യം മുതലേ. അതിന് പല ഘടകങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഗവൺമെന്റിന്റെ ക്ഷേമ സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയും പാവപ്പെട്ടവർക്ക് വേണ്ടിയും നടപ്പിലാക്കിയ ക്ഷേമ പദ്ധതികൾ. പേരാമ്പ്രയിലും കുട്ടനാട്ടിലും MLA ആയിരുന്ന പരിചയസമ്പത്തുമായാണ് ഡോക്ടർ KC ജോസഫ് മണ്ഡലത്തിലെത്തിയത്. പുതിയ വികസന പാതകൾ വെട്ടിത്തുറക്കുമെന്ന വാഗ്ദാനങ്ങളോടെയാണ് ഡോക്ടർ KC ജോസഫ് LDF പിന്തുണയോടെ പ്രചാരണം തുടരുന്നത്. മണ്ഡലത്തിലുള്ള വ്യക്തിബന്ധങ്ങളും തുണയാകുമെന്ന് ഡോക്ടർ KC വിശ്വസിക്കുന്നു. വാഗ്ദാനങ്ങളല്ല, പ്രവൃത്തിയാണ് വേണ്ടത്. ആ പ്രവൃത്തി കുട്ടനാട്ടിൽ ഉണ്ടായി എന്ന് തിരിച്ചറിവ് ചങ്ങനാശ്ശേരിക്കാർക്കുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനനുസരണമായി തന്നെ അതിവേഗതയിൽ ഇവിടുത്തെ വികസന പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതാണ് എന്റെ വിശ്വാസം. ജില്ലയിലെ മുതിർന്ന നേതാവ് ഏറ്റുമാനൂർ രാധാകൃഷ്ണനെയാണ് BJP സാന്നിധ്യമറിയിക്കാൻ രംഗത്തിറക്കിയിരിക്കുന്നത്. ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്കും NSSനും നിർണായക സ്വാധീനമുള്ള മണ്ഡലമാണ് ചങ്ങനാശ്ശേരി. UDFന്റെ ഉറച്ച സാമുദായിക വോട്ടുകളെ ഡോക്ടർ KC ജോസഫിലൂടെ ഭിന്നിപ്പിക്കാനാകുമെന്ന വിശ്വാസത്തിലാണ് LDF. അതേസമയം മണ്ഡലത്തിന് പുറത്തുനിന്നുള്ള ആളെ ചങ്ങനാശ്ശേരിക്കാർ തള്ളിക്കളയുമെന്ന ആത്മവിശ്വാസത്തിലാണ് UDF. ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന ചങ്ങനാശ്ശേരി അതുകൊണ്ട് തന്നെ കോട്ടയത്തെയും സംസ്ഥാനത്തെയും ശ്രദ്ധേയ മണ്ഡലമാണ്. ക്യാമറ പേഴ്സൺ ഷാഫിക്കൊപ്പം ആൽവിൻ തോമസ്, മീഡിയ 1 കോട്ടയം.